വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇപ്പോൾ ഒപ്പം ചേരുന്നത്. മിനിസ്റ്ററെ, ഇപ്പം വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ വയനാട്ടിലെ കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടുന്നുണ്ട്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു, അപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നു. ഇന്നലെ പോലും നമ്മൾ ആ പ്രതിഷേധം ആ പ്രദേശത്ത് കാണുകയും ചെയ്തതാണ്. ഇതിൽ 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങൾ ഭീതിയിലാണ് എന്ന ചോദ്യം. അത് ശരിയായ ഒരു കാര്യമാണ്. മലയോര മേഖലയിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹമാകെ മലയോര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തിയും പ്രതിഷേധമുള്ളവരാണ്. ആ പ്രതിഷേധത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ കാണാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. കാരണം അതിനെ തള്ളിപ്പറയുന്ന ഞങ്ങൾ ഒരുക്കമല്ല. പ്രതിഷേധം സ്വാഭാവികമായ പ്രതിഷേധമാണ്. 2, പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഇടപെട്ടു വന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നത്. അന്ന് ഞങ്ങൾ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ നിർദ്ദേശം? അതിന് ഉറക്കം തൂങ്ങിയാൽ പോരാ, മടി കാണിച്ചാൽ പോരാ എന്നതല്ലല്ലോ ഉത്തരവ്. പ്രസ്താവന വനം വകുപ്പ് അനാസ്ഥ കാണിക്കുന്നത്. ഏത് കാര്യത്തിലാണ് അനാസ്ഥ? എന്തു ചെയ്താലാണ് ഈ പ്രശ്നം? അതിന് അവർ പറയുന്ന ഉത്തരം കൊല്ലാനുള്ള അധികാരം വേണമെന്നാണ്. ശരിയായ ഒരു നിർദ്ദേശമാണ്. കൊല്ലാനുള്ള അവകാശം കൊടുക്കേണ്ടത് ആരാണ്? കൊല്ലാനുള്ള അനുമതി ഇന്ന് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കൊടുക്കാൻ കഴിയുമോ? കേന്ദ്രത്തിലെ 1972 നിയമത്തിൽ ഭേദഗതി വരുത്താത്തിടത്തോളം കാലം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രജനന കാലത്തോ അല്ലാത്ത കാലത്തോ ഒരു പ്രത്യേക കാലത്തോ വന്യജീവികളുടെ വർധനവ് തടയാൻ ആവശ്യമായ ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിയണമെങ്കിൽ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ സാധിക്കൂ എന്ന വസ്തുത ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകാതെ അതിന്റെ പിന്നിൽ ജനങ്ങളെ അണിനിരത്തി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുക എന്ന ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടല്ല ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിലെ കാര്യം ഇവിടെ നിൽക്കട്ടെ. കാരണം അവർ സ്വാഭാവികമായും ഗവൺമെന്റിനെതിരെ എതിർക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുക ഏത് പ്രതിപക്ഷമായാലും ശരി. അങ്ങനെ ആ അർത്ഥത്തിൽ പ്രതിപക്ഷ നിലപാടിനെ അതൊരു സ്വാഭാവികമായ ഒരു പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്നു എന്ന നിലയിൽ മാത്രമേ ഞാനതിനെ ബഹുമാനിക്കുന്നുള്ളൂ. ഇതാണുള്ളത്. എന്താണ് ചെയ്യാൻ കഴിയുക? ഈ നിലവിൽ എത്ര നിയമത്തിന്റെ 1972 വന്യജീവി സംരക്ഷണ നിയമം, 1961 കേരള വനസംരക്ഷണ നിയമം, പിന്നെ ഇങ്ങനെ നിരവധി നിയമങ്ങളുണ്ട്. ഈ വനവുമായി ബന്ധപ്പെട്ട് 10ഓളം നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ദൗർഭാഗ്യവശാൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും വനം വകുപ്പിനും പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഈ പരിമിതി മറികടക്കാനാണ് കേരള നിയമസഭ ഒറ്റക്കെട്ടായി ഈ നിയമഭേദഗതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. അപ്പോൾ നിയമഭേദഗതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് ശാശ്വതമായ പരിഹാരം. കാരണം മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ ഓരോ പ്രദേശത്തുമുള്ള സവിശേഷ സാഹചര്യം ഉപയോഗിച്ച് യുക്തവും ജനങ്ങൾക്ക് അവരുടെ ജീവിതം ഉറപ്പുവരുത്താൻ തക്ക വിധത്തിലുള്ള ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പര്യാപ്തമായ വിധത്തിലുള്ള നിയമപരിഷ്കാരങ്ങൾ നടത്താനുള്ള അവകാശം ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അവർ തന്നെ പാസാക്കി നിയമം അനുശാസിക്കുകയോ ചെയ്യണം. ഇപ്പൊ തന്നെ എന്താണ് പിന്നോട്ട് പോയിട്ടുണ്ടല്ലോ. ബില്ലിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവുകയാണല്ലോ. തെറ്റിദ്ധാരണ. ഈ ബില്ല് ഇപ്പം വനസംരക്ഷണ നിയമമാണ്. മറ്റേത് വന്യജീവി സംരക്ഷണ നിയമമാണ്. അതാണ് ഈ വ്യത്യാസം. ആളുകൾ കൺഫ്യൂസ് ചെയ്യിക്കാം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഭേദഗതി വേണ്ടത്. ഇതിൽ വന്യജീവി എന്ന വിഷയമേ ഇല്ല. വനസംരക്ഷണം എന്ന വിഷയം മാത്രമുള്ള കേരള വനസംരക്ഷണ നിയമമാണ്. ആ നിയമത്തിനുള്ളിന്റെ ഭാഗമായി ഉണ്ടായ ചില ഭേദഗതികളെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. എന്നാലും ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ ബില്ല് അടിച്ചേൽപ്പിക്കാനല്ല, ആ ബില്ല് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ജനങ്ങളിൽ നിന്നും അഭിപ്രായമാരായാണ്. ഏതാണ്ട് 5000-ലേറെ അഭിപ്രായങ്ങൾ കിട്ടി. ആ അഭിപ്രായങ്ങൾ അനുകൂലമായിരുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ആ ബില്ലുമായി മുന്നോട്ട് പോകേണ്ടെന്ന് തീരുമാനിച്ചു. അതും ഇതും ഒന്നാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പോൾ താങ്കളെപ്പോലുള്ള ഒരാൾക്ക് പോലും ആ കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ പാവപ്പെട്ട കർഷകന് പിന്നെ അതിനെ അവരെ കുറ്റപ്പെടുന്നവര് മിനിസ്റ്റർ പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നിയതാണ്. ഈ വനനിയമത്തിൽ വനത്തിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും തുടങ്ങിയതുമായി ബന്ധപ്പെട്ടതും വനത്തിനുള്ളിലുള്ള
കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ മാത്രമാണ്. അതിൽ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവുമില്ല.